കാട്ടാന ആക്രമണം മൂലം തീരാ ദുരിതത്തിലാണ് തൃശൂർ അതിരപ്പള്ളി നിവാസികൾ. എന്നാൽ ആനപ്പേടിക്കിടയിലും അതിരപ്പള്ളിക്കാർക്ക് ആകെ കൗതുകമാണ് കൂട്ടത്തിലെ ഒരു കുട്ടിയാന. തുമ്പിക്കൈയില്ലാതെ ജനിച്ച ഈ ആനക്കുട്ടി അപൂർവമായി മാത്രമാണ് മനുഷ്യർക്ക് മുന്നിലെത്തുക. ആനക്കുട്ടികൾ വൈകല്യത്തോടെ ജനിക്കുക സാധാരണമാണ്. പക്ഷേ പ്രതിസന്ധികളെ അതിജീവിച്ച് അവ ജീവിച്ചിരിക്കുക എന്നതാണ് കടുപ്പം. അങ്ങനെ നോക്കിയാൽ അതിരപ്പള്ളി ഏഴാറ്റുമുഖം ഭാഗങ്ങളിൽ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ഈ തുമ്പിയില്ലാ കൊമ്പൻ ആളൊരു വമ്പൻ തന്നെയാണ്. രണ്ടു വർഷം മുൻപാണ് തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിയെ അതിരപ്പള്ളി ഏഴാറ്റുമുഖം മേഖലകളിൽ ആദ്യമായി കാണുന്നത്. അന്ന് തീരെ ചെറുപ്പമായിരുന്ന കുട്ടിയാന അധികകാലം ജീവിച്ചിരിക്കുമോ എന്നായിരുന്നു എല്ലാവരുടെയും ആശങ്ക. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ജനവാസ മേഖലയിലിറങ്ങിയ ആനക്കൂട്ടത്തിനൊപ്പം ഇവനെ കണ്ടതോടെ വീണ്ടും കൗതുകമുണർന്നു. ഇതിനു മുന്നൊക്കെ കാണുമ്പോൾ ആനക്കുട്ടി അങ്ങനെ തീറ്റ എടുക്കുന്നുണ്ടായില്ല. ഇപ്പൊ ആന സ്വയമായിട്ട് തീറ്റ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊരു നല്ല രീതിയിൽ വീണ്ടും വളർന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ആനക്കുട്ടി. ആനക്കുട്ടിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാവരും ഒരു എന്താ പറയാ ആകാംക്ഷയോടെ നോക്കി കാണുന്ന ഒരു ആനക്കുട്ടിയാണിത്. ഇപ്പൊ പറഞ്ഞ പോലെ ഒരു 3 മാസത്തിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും ആനക്കുട്ടിയെ കാണുന്നത്. എന്തായാലും ആനക്കുട്ടി നല്ല രീതിക്ക് വളർന്നു വരട്ടെ. തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടിക്ക് സ്വയം ആഹാരം കഴിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. പക്ഷേ ആ കുറവുകൾ പരിഹരിക്കാൻ തള്ളയാനയും മറ്റാനകളും എപ്പോഴും തുമ്പിയില്ലാ കൊമ്പനൊപ്പമുണ്ട്. സാധാരണ വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികളെ മറ്റാനകൾ കൂട്ടത്തിൽ നിന്നും ഒഴിവാക്കാറാണ് പതിവ്. അതല്ലെങ്കിൽ ഇവ തീരെ ചെറുപ്പത്തിൽ തന്നെ ചത്തുപോവാറാണുള്ളത്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ഈ കുട്ടിയാന ആരോഗ്യവാനായിരിക്കുന്നു എന്നതാണ് പ്രദേശത്തെ മൃഗസ്നേഹികൾക്കും ആനപ്രേമികൾക്കും സന്തോഷം നൽകുന്ന കാര്യം. ന്യൂസ് മലയാളം, തൃശൂർ.